ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. വല്യറയൽ ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു, വല്യറയൽ ക്ലബ്ബ് എന്ന് വെച്ചാൽ എന്താണ്? വല്യറയൽ ക്ലബ്ബ് എന്നാൽ അതിനെപ്പറ്റി ഒന്ന് പറയുന്നു. വല്യറയൽ എന്ന് പറയുന്നത് എൻ്റെ കുടുംബ പേരാണ്. അതുമല്ലാണ്ട് വല്യറയൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തെ കാക്കുന്ന ഞങ്ങളുടെ അമ്മയുടെ, ദേവിയുടെ, തമ്പുരാട്ടിയുടെ നാമമാണ് വല്യറയിലമ്മ. അതായത് താമരക്കുളം പുലിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് വല്യറയിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ ശക്തി സ്വരൂപിണിയായ ദേവിയാണ്. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരമ്മയാണ്. ഇപ്പോൾ കുടുംബത്തിൻ്റെ ക്ഷേത്രമായിട്ടല്ല, എല്ലാ ജനങ്ങളുടെയും ക്ഷേത്രമായിട്ടാണ്. അതായത് ട്രസ്റ്റായിട്ടാണ്, നമ്മുടെ ഒരു ഇതായിട്ടല്ല, എല്ലാവരും പൊതുജനങ്ങളുടെ ഒരു ക്ഷേത്രം പോലെ ആക്കിയിരിക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ അത് പുതുക്കിയൊക്കെ പണിഞ്ഞ് നല്ല നീറ്റാക്കി നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. വായനയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ജോലി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ മാസവും മലയാള മാസത്തിലെ 1-ാം തീയതി എൻ്റെ അമ്മയ്ക്ക് ഞാൻ പൂമൂടൽ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പൂജ നടക്കുന്നുണ്ടായിരുന്നു. ഇനി അമ്മയ്ക്കൊരു സദ്യ നടത്തണമെന്ന് ഒരു നേർച്ചയുണ്ട്, പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അമ്മയുടെ കരുണയും എല്ലാം കൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നതെന്നൊക്കെ പറയാം. പിന്നെ ഓണംപിള്ളിത്തറയിൽ കാവിലെ പരദൈവങ്ങൾ, ആ ദൈവങ്ങളുടെ അതും പൊതുജനങ്ങളുടെ ഇതാക്കി അതും ഇപ്പോൾ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിന്നിട്ടുള്ളൊരു ക്ഷേത്രമായിരുന്നു. അവസാനം അത് അന്യം പെട്ടുപോയ ഒരവസ്ഥയിലായിരുന്നു. ജീർണാവസ്ഥ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അതിൽ നിന്നൊക്കെ ഇപ്പം കുറേശ്ശെ കരകയറി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ വന്നത്, ഞാൻ ഇനി വരുന്ന ദിവസം നാളെയോ മറ്റന്നാളോ പറ്റുമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്, ഞാൻ കായംകുളം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഞാൻ പോകുന്നെന്ന് പറയുന്നത് കായംകുളത്ത് കട്ടച്ചിറയാണ് സ്ഥലം. ആ സ്ഥലത്ത് ഞാൻ പോകുന്നുണ്ട്. അവിടെ ഒരു കുടുംബമുണ്ട് കേട്ടോ. അവിടെ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ക്യാൻസറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം അവർ ഇപ്പം അവിടുത്തെ ആ പൊടിയൻ എന്ന് പറയുന്ന അച്ഛനാണെങ്കിൽ ക്യാൻസറിൻ്റെ ചികിത്സയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അച്ഛനാണെങ്കിൽ ഇപ്പം റേഡിയേഷനൊക്കെ കുറേയൊക്കെ ചെയ്ത് നാക്ക് വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കാൻ ആരും തന്നെ ഇല്ല. അവർ വളരെ പാവപ്പെട്ടൊരു വീടാണ്, പഞ്ചായത്തിൽ നിന്ന് കൊടുത്തൊരു വീടാണ് അവർക്കുള്ളത്. ലോട്ടറിയൊക്കെ വിറ്റ് ഒക്കെ ആണ് അവർ ജീവിക്കുന്നത്. അപ്പം അവിടുത്തെ അച്ഛന് റേഡിയേഷൻ ചെയ്യാനാണെങ്കിലും മരുന്നിനാണെങ്കിലും, അവിടുത്തെ അമ്മയ്ക്കും തീരെ വയ്യാത്ത, ഒരു പ്രാവശ്യം സ്ട്രോക്കൊക്കെ വന്നിട്ട് വല്ലാതായി കിടക്കുന്ന ഒരമ്മയാണ് അവിടെ ഉള്ളത്. ആ അമ്മയ്ക്കും തീരെ വയ്യ. അപ്പം അവരുടെ ചികിത്സയും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകുന്നത് ഒരു മകനാണ്. ഈ ലോട്ടറി വിറ്റിട്ട് വേണം എല്ലാം ചെയ്യാൻ. നിറയെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും നടന്നു പോകുന്നില്ല. അവർക്ക് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിലുള്ള ആശുപത്രിയിൽ കൊണ്ടുപോക്കും കാര്യങ്ങളും. ഇപ്പോഴാണ് അറിഞ്ഞത് ക്യാൻസറിൻ്റെ മൂർച്ഛന്യാവസ്ഥയിലാണുള്ളത്. ആഹാരമൊന്നും അങ്ങനെ കഴിക്കാനൊക്കത്തില്ല, മിക്സിയിലിട്ടൊക്കെ അടിച്ചൊക്കെയാണ് ആ അച്ഛന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എൻ്റെ കയ്യിലും 10 പൈസ ഇല്ലാത്തൊരവസ്ഥയിലാണ്. പറ്റുന്നവർ ഞാൻ അവിടെ ചെന്ന് ഞാൻ അദ്ദേഹത്തിനെ കാണിച്ചു തരാം. കഴിയുന്നവർ, ക്യാൻസർ പേഷ്യൻ്റാണ്, അവരെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരുന്ന് മേടിപ്പും റേഡിയേഷന് പോകുന്നതിനും ഒക്കെയുള്ള കാര്യങ്ങൾ നടന്നു പോകും. കോട്ടയത്താണ് അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിതിനു മുമ്പും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ മനസ്സലിവ് തോന്നി ആ മനുഷ്യനെ ഒന്ന് സഹായിച്ചേക്കണേ. വലിയ ചാരിറ്റിക്കാർ വീഡിയോ ചെയ്ത് അവർക്ക് കാശ് സമ്പാദിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള പാവപ്പെട്ടവരെ വെച്ച് ചെയ്ത് അവർ കാശ് സമ്പാദിച്ചുകൊണ്ട് പോകുന്നതല്ലാണ്ട് ഇവർക്കൊരു 10 പൈസയും കിട്ടത്തില്ല. അതേസമയം ആ വ്യക്തിയുടെ അഡ്രസ്സിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ച് സംസാരിച്ച് അവരുടെ അവസ്ഥ കണ്ടിട്ട് അവരെ ഒന്ന് സഹായിക്കുക. അവർക്ക് ഇങ്ങനത്തെ ഈ
വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന ഫോണൊന്നുമില്ല, സാധാ ഒരു ഫോണാണ് അദ്ദേഹത്തിനുള്ളത്. വിളിച്ച് സംസാരിക്കാനേ പറ്റൂ. അപ്പോൾ ഒന്ന് സഹായിക്കുക. സഹായിച്ചാൽ ആ മനുഷ്യൻ കുറേ നാളും കൂടെയൊക്കെ സന്തോഷത്തോടുകൂടി കുറച്ച് വേദന അറിയാതെ ജീവിച്ചു പോകും എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഉപേക്ഷിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ശിഷ്ടകാലം ഒന്നും തന്നെ ഇല്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ നേടിയതൊന്നും നമുക്ക് സ്വന്തമല്ല. എല്ലാം നശിച്ചു പോകുന്ന ക്ഷണികമായ ജീവിതത്തിൽ ഒരു ഞൊടി കൊണ്ട് തീരാവുന്ന ജീവിതമാണ് നമ്മളുടേത്. ഒരു വെള്ളത്തിൽ വിരിയുന്ന ഒരു കുമിള പോലെ ഉള്ളൂ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. അത് ഒരു സ്ഥലത്ത് നിന്ന് മറു സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് പൊട്ടിപ്പോകും. അതാണ് നമ്മളുടെ ജീവിതമെന്ന് മനസ്സിലാക്കുക. വെച്ച് കഴിഞ്ഞാൽ ആ തുച്ഛമായ ജീവിതം, ആ ക്ഷണികമായ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പറ്റുന്നത് നമ്മളുടെ സഹജീവികൾ നമ്മളോട് ഒപ്പം ഉലാവുന്ന, നമ്മളോടൊപ്പം നടക്കുന്ന, സംസാരിക്കുന്ന വ്യക്തികളെ സഹായിക്കാൻ പറ്റിയാൽ അതിന് കഴിഞ്ഞ് വേറൊരു പുണ്യപ്രവൃത്തിയും ഇല്ല. കഴിക്കാൻ ആഹാരത്തിന് കഷ്ടപ്പെടുന്നവന് ആഹാരവും അന്നവും, ധരിക്കാൻ ഒരു തുണിക്ക് വേണ്ടി അലയുന്നവന് വസ്ത്രവും, പിന്നെ ഒരു തല ചായ്ക്കുവാൻ ഒരു പിടി മണ്ണില്ലാത്തവർക്ക് പറ്റുന്ന രീതിയിൽ, നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുകയും ചെയ്ത ഇതിൽ കഴിഞ്ഞൊരു പുണ്യപ്രവൃത്തി ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കുക. എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.